നമസ്കാരം, എല്ലാവർക്കും അനിൽകുമാർ ഇക്കോൺ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 ഇക്കണോമിക്സിൽ നിന്ന് എല്ലാ കാലത്തും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ വരുന്ന സമയങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന തുല്യതക്കാർക്കും അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പോകുന്ന +2കാർക്കും അതുപോലെ വരാനിരിക്കുന്ന പരീക്ഷകൾ എഴുതാൻ കാത്തിരിക്കുന്ന +2കാർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും 100% ഗ്യാരണ്ടീഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ഉത്തരങ്ങളാണ്. കൃത്യമായിട്ട് നിങ്ങളിത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ഇക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈപ്പിലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കാത്തിരിക്കുക. പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്. ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ഞാനിവിടെ ഓപ്ഷൻസിൽ 4 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഒരൊറ്റ നമ്മുടെ ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ. ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് അല്ലെങ്കിൽ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് example for complementary good? Which of the following is example for complementary good? താഴെ പറയുന്നവയിൽ പൂരക വസ്തുക്കൾക്ക് ഉദാഹരണം. ഇവിടെ പൂരക വസ്തു എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. പേനയും മഷിയുമാണ് ഒരുമിച്ച് ഉപയോഗിക്കുന്നത്. പെൻ ആൻഡ് ഇങ്ക്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എക്സാമ്പിൾ ഫോർ കോംപ്ലിമെന്ററി ഗുഡ്? കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പേന ആൻഡ് മഷി. അതായത് പേനയും മഷിയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നു പെൻ ആൻഡ് ഇങ്ക്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ദ ഇൻപുട്ട് ദാറ്റ് എ ഫേം യൂസസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ്. ദ ഇൻപുട്ട് ദാറ്റ് എ ഫേം യൂസസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ്. ഒരു ഉൽപാദന പ്രക്രിയയിൽ ഉൽപാദന യൂണിറ്റ് ഉപയോഗിക്കുന്ന നിവേശങ്ങളെ അല്ലെങ്കിൽ ഇൻപുട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഒരു ഉൽപാദന പ്രക്രിയയിൽ ഉൽപാദന യൂണിറ്റ് ഉപയോഗിക്കുന്ന നിവേശങ്ങളെ വിളിക്കുന്ന പേര് ഉൽപാദന ഘടകങ്ങൾ എന്നാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉത്തരം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മറ്റൊരു ചോദ്യം. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം. ഒരു നിസ്സംഗതാ വക്രത്തിന്റെ ചെരിവ്, നിസ്സംഗതാ വക്രം എങ്ങനെയാണ് ചെരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഏത് ഭാഗത്തുനിന്ന് എങ്ങോട്ട് എന്നാണ് ചോദ്യം വരുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ആൻസർ വരുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്കാണ് അത് ചെരിഞ്ഞിരിക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്കാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. മറ്റൊരു ചോദ്യം. ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ്. ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിന്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI എന്നാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI എന്നാണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിന്റെ പേര്. ഓക്കെ, മറ്റൊരു ചോദ്യം. ദ റെക്കോർഡ് ഓഫ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് നോൺ ആസ്. The record of trade in goods and services and transfer payment is known as. കച്ചവടത്തിലെ സാധന സേവനങ്ങളുടെയും മാറ്റക്കെടുതികളുടെയും കണക്കുകൾ അല്ലെങ്കിൽ റെക്കോർഡായിട്ട് സൂക്ഷിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. അതായത് നമ്മുടെ ഇന്റർനാഷണൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്. ദ റെക്കോർഡ് ഓഫ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് നോൺ ആസ്. എന്താണ് വിളിക്കുക? അടവ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ബാലൻസ് ഓഫ് പേയ്മെന്റ്, അടവ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം. പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് വിച്ച് എ ബാങ്ക് മസ്റ്റ് കീപ്പ് ആസ് ക്യാഷ് റിസർവ് വിത്തിൻ ദ ബാങ്ക് ഈസ്. എന്താ ചോദ്യം? പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ്സ് വിച്ച് എ ബാങ്ക് മസ്റ്റ് കീപ്പ് ആസ് ക്യാഷ് റിസർവ്സ് വിത്തിൻ ദ ബാങ്ക് ഈസ്. എന്താ?
ബാങ്കിലെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പണത്തിൻ്റെ രൂപത്തിൽ സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. ഓക്കെ, അതിനെ വിളിക്കുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ എന്നാണ്. എന്താ വിളിക്കുക? ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ, അതായത് കരുതൽ ധന അനുപാതം എന്ന് പറയും. കരുതൽ ധന അനുപാതം എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഫൈൻഡ് ദ ഓഡ് വൺ എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻ ഞാൻ വായിക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക എന്നാണ്. അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, പ്രൈസ് സപ്പോർട്ട്, ഓൾഡ് ഏജ് പെൻഷൻ, സ്കോളർഷിപ്പ്. ഓക്കെ, തൊഴിലില്ലായ്മ വേതനം, താങ്ങുവില, വാർദ്ധക്യകാല പെൻഷൻ, സ്കോളർഷിപ്പ്. ഏതാണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത്? ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഒറ്റപ്പെട്ടത് താങ്ങുവിലയാണ്, അതായത് പ്രൈസ് സപ്പോർട്ടാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന രൂപത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മറ്റൊന്ന് ചൂസ് ദ കറക്റ്റ് ഫ്രം ദ ഫോളോവിങ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ചൂസ് ദ കറക്റ്റ് ഫ്രം ദ ഫോളോവിങ്. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. ഇവിടെ 4 ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, സമവാക്യങ്ങൾ. ചൂസ് ദ കറക്റ്റ് ഫ്രം ദ ഫോളോവിങ്. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷൻസ് വായിക്കാം. GNP ഈക്വൽ ടു GDP മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതായത് GNP എന്ന് പറയുന്നത് GDPയിൽ നിന്ന് വിദേശ അറ്റ വരുമാനം മൈനസ് ചെയ്തതാണെന്നാണ് പറയുന്നത്. മറ്റൊരു ഓപ്ഷൻ GNP ഈക്വൽ ടു GDP മൈനസ് ഡിപ്രീസിയേഷൻ. അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനം. GDPയിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ കിട്ടുന്നതാണ് GNP എന്ന് പറയുന്നു. മറ്റൊരു സമവാക്യം പറയുന്നു GNP ഈക്വൽ ടു GDP പ്ലസ് ഡിപ്രീസിയേഷൻ. GNP എന്ന് പറയുന്നത് GDPയോട് തേയ്മാനം കൂട്ടിയാൽ കിട്ടുന്നതാണെന്നാണ്. മറ്റൊരു സമവാക്യം പറയുന്നത് GNP ഈക്വൽ ടു GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതായത് വിദേശ അറ്റ വരുമാനം GDPയോട് കൂട്ടിയാൽ കിട്ടുന്നതാണ് GNP എന്നാണ്. ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദ്യം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് GNP എന്താണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. GNP എന്ന് പറയുന്നത് GDPയോട് വിദേശത്തു നിന്നുള്ള അറ്റ വരുമാനം കൂട്ടിയാൽ കിട്ടുന്നതാണ്. അതായത് 4ാമത്തെ ഓപ്ഷൻ ആണ് GNP ഈക്വൽ ടു GDP പ്ലസ് വിദേശ അറ്റ വരുമാനം എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം. ദ പോയിന്റ് ഓൺ ദ സപ്ലൈ കർവ് അറ്റ് വിച്ച് എ ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ഈസ് കോൾഡ്. ദ പോയിന്റ് ഓൺ ദ സപ്ലൈ കർവ് at which a firm earns only normal profit is called. ഒരു വ്യവസായ യൂണിറ്റ് പ്രധാന വക്രത്തിലെ സാധാരണ ലാഭം നേടുന്ന പോയിന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫേം നേടുന്ന സാധാരണ ലാഭം അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്നാണ്. ആൻസർ വരുന്നത് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്നാണ്. ഓക്കെ, ഒരു സാധാരണ ലാഭം, ഒരു ഫേം നേടുന്ന സാധാരണ ലാഭം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന പേരിലാണ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം വരുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ഓൾ പോയിന്റ്സ് അലോങ് ദ ഒറിസോണ്ടൽ ഡിമാൻഡ് കർവ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ഓൾ പോയിന്റ്സ് അലോങ് ദ ഒറിസോണ്ടൽ ഡിമാൻഡ് കർവ് ഈസ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്. അതായത് ഒരു തിരശ്ചീന ചോദന വക്രത്തിലെ എല്ലാ ബിന്ദുക്കളിലും വില ഇലാസ്തികത എന്തായിരിക്കും? അതാണ് ചോദ്യം. ഓപ്ഷനിൽ ആൻസർ വരുന്നത് അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നാണ്. ഇത് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് നമ്മുടെ +2 രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. മൈക്രോ എക്കണോമിക്സിൻ്റെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഭാഗത്തുള്ളതാണ്. അതിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കുന്നുണ്ട്. അതിൽ 1ാമത്തെ ഡിഗ്രിയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതിൽ വരുന്ന ഒരു ഭാഗമാണിത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ഓൾ പോയിന്റ്സ് അലോങ് ദ ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, മറ്റൊരു ചോദ്യം വരുന്നത് താഴെ പറയുന്നവയിൽ പരിപൂർണ മത്സര കമ്പോളത്തിൽ ശരിയായത് ഏത് എന്നൊരു ചോദ്യമുണ്ട്. അതായത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഒരു പരിപൂർണ മത്സര കമ്പോളത്തിൽ ഏതാണ് ഇവിടെ ശരിയായതായിട്ട് കൊടുത്തിരിക്കുന്നതെന്നാണ് 4 ഓപ്ഷനിൽ. P ഈക്വൽ ടു AR ഗ്രേറ്റർ ദാൻ MR, P ഈക്വൽ ടു AR ലെസ് ദാൻ MR, P ഈക്വൽ ടു AR ഈക്വൽ ടു MR, P ഈക്വൽ ടു MR ഗ്രേറ്റർ ദാൻ AR. ഇവിടെ ആൻസർ വരുന്നത് P ഈക്വൽ ടു AR ഈക്വൽ ടു MR എന്നാണ്. അതായത് പരിപൂർണ മത്സര കമ്പോളത്തിലെ പ്രൈസും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിച്ചപ്പോൾ X എന്ന വസ്തുവിൻ്റെ ചോദനം കുറഞ്ഞു എങ്കിൽ X എന്ന വസ്തു എന്താണ് എന്നാണ് ചോദ്യം. ഉപഭോക്താവിൻ്റെ വരുമാനം
വരുമാനം വർദ്ധിച്ചപ്പോൾ, അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരാളുടെ വരുമാനം വർദ്ധിച്ചപ്പോൾ അയാൾ വാങ്ങുന്ന എക്സ് എന്ന് പേരുള്ള വസ്തുവിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, അയാൾ അതിനോട് താല്പര്യം കാണിക്കുന്നില്ല. അതാണ് ചോദ്യം. അത് എന്ത് വസ്തുവാണെന്നാണ്. അപ്പോൾ ആ എക്സ് എന്ന് പറയുന്ന വസ്തു എന്ത് വസ്തുവാണെന്നാണ് ചോദ്യം. വെൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസസ്, കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് ഫോർ ഗുഡ് എക്സ് ഡിക്രീസസ്, എക്സ് എന്ന വസ്തുവിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു. ദെൻ ഗുഡ് എക്സ് ഈസ് എന്താണെന്നാണ്. അതായത് അതെന്ത് വസ്തുവാണ്? തരം താഴ്ന്ന വസ്തുവാണ്, ഇൻഫീരിയർ ഗുഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വരുമാനം ഇല്ലാത്തപ്പോൾ വാങ്ങുന്ന വസ്തുവാണ് ഇൻഫീരിയർ ഗുഡ്. വരുമാനം നമ്മുടെ കയ്യിൽ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോർമൽ ഗുഡ് വാങ്ങാൻ താല്പര്യം കാണിക്കും. ഓക്കെ, യെസ്. മറ്റൊരു ചോദ്യം, എല്ലാ ഉൽപാദന ഘടകങ്ങളെയും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിച്ചാൽ ഉൽപ്പന്നവും അതേ അനുപാതത്തിൽ വർദ്ധിക്കും എങ്കിൽ ഉൽപാദന ധർമ്മം കാണിക്കുന്നത് എന്തിനെയെന്നാണ് ചോദ്യം. എല്ലാ ഉൽപാദന ഘടകങ്ങളെയും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിച്ചാൽ ഉൽപ്പന്നവും അതേ അനുപാതത്തിൽ വർദ്ധിക്കും എങ്കിൽ ഉൽപാദന ധർമ്മം കാണിക്കുന്നത്, അതായത് എ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ് റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ സെയിം പ്രൊപ്പോർഷൻ ഫോർ ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഷോസ്. അതെന്താണ്? അത് വർദ്ധിച്ച നിരക്കിലുള്ള ആദായമാണോ, കുറഞ്ഞ നിരക്കിലുള്ള ആദായമാണോ, സ്ഥിര നിരക്കിലുള്ള ആദായമാണോ, നെഗറ്റീവ് നിരക്കിലുള്ള ആദായമാണോ? അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് അതിനെ വിളിക്കുക. അതായത് സ്ഥിര നിരക്കിലുള്ള ആദായം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ്. മറ്റൊരു ചോദ്യം, പരിപൂർണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. പരിപൂർണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്? പരിപൂർണ മത്സര കമ്പോളത്തിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് വില സ്വീകർത്താവ്, അതുപോലെ തന്നെ സമാന സ്വഭാവമുള്ള വസ്തുക്കൾ, സ്വതന്ത്ര ആഗമന നിർഗമനം, കമ്പോള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അപൂർണ അറിവ് എന്നാണ്. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഇംപെർഫെക്റ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ മാർക്കറ്റ് എന്നാണ്. അതായത് കമ്പോള സാഹചര്യത്തെക്കുറിച്ച് അപൂർണ അറിവ് എന്നാണ് ആൻസർ വരുന്നത്. ഇവിടെ അതായത് ഫീച്ചർ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. അതായത് പരിപൂർണ മത്സര കമ്പോളം എന്ന് പറഞ്ഞത് വില സ്വീകർത്താവാണ്, ഒരേപോലുള്ള ഉൽപ്പന്നങ്ങളാണ്, അതായത് ഹോമോജനസ് ഗുഡാണ്, ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നത്. സ്വതന്ത്രമായി പ്രവേശിക്കാനും പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കമ്പോളത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് എന്നാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഇവിടെ ഇംപെർഫെക്റ്റ് ഇൻഫോർമേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കമ്പോള സാഹചര്യത്തെക്കുറിച്ച് അപൂർണ അറിവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ജോൺ മേനാർഡ് കെയ്ൻസ് രചിച്ച പുസ്തകം, പ്രസിദ്ധ പുസ്തകം ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദ ഫേമസ് ബുക്ക് റിട്ടൺ ബൈ ജോൺ മേനാർഡ് കെയ്ൻസ് ഓർ ജെ.എം. കെയ്ൻസ്. മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവാണ് ജെ.എം. കെയ്ൻസ്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം 1936 പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ പേര് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നാണ്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. വെൽത്ത് ഓഫ് നേഷൻ രചിച്ചത് ആഡം സ്മിത്ത് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, തുറന്ന കമ്പോളത്തിൽ ഗവൺമെൻറ് ഇറക്കുന്ന ബോണ്ടുകളുടെ വിൽപ്പന കാരണമാകുന്നത്, തുറന്ന കമ്പോളത്തിൽ ഗവൺമെൻറ് ഇറക്കുന്ന ബോണ്ടുകളുടെ വിൽപ്പന കാരണമാകുന്നത് എന്തിനാണ്? പണപ്രധാന വർധനവ്, പണത്തിൻ്റെ ചോദനത്തിലുള്ള വർധനവ്, പണപ്രധാന ചുരുക്കം, റിപ്പോ നിരക്കിലുള്ള കുറവ്, അതായത് എക്സ്പാൻഷൻ ഓഫ് മണി സപ്ലൈ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ മണി, കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ, ഡിക്രീസ് ഇൻ റിപ്പോ റേറ്റ്. ഇവിടെ എന്താ സംഭവിക്കുക? സെല്ലിംഗ് ഓഫ് ബോണ്ട് ഇഷ്യൂ ബൈ ഗവൺമെന്റ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെന്റ് ഇറക്കുന്ന ബോണ്ടുകൾ വിൽപ്പന ചെയ്യുന്നത് ആരാണ്? അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് RBI ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത് മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കുക എന്നുള്ള പണപ്രധാന ചുരുക്കം ഉണ്ടാകുമെന്നാണ്. പണപ്രധാന ചുരുക്കം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ചോദ്യം വരുന്നത്, എക്സാൻറ്റി ഉപഭോഗം അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. മാക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. എക്സാൻറ്റി ഉപഭോഗം അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. അത് പ്ലാൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണോ, ആക്ച്വൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണോ, ആവറേജ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണോ, ഓട്ടോണമസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണോ? ഉത്തരം വരുന്നത് എക്സാൻറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസൂത്രിതം എന്നാണ് എക്സാൻറ്റി എന്ന പദത്തിന് അർത്ഥം. അപ്പോൾ ഒന്നും നോക്കണ്ട, കണ്ണടച്ചങ്ങോട്ട് എഴുതുക. ആസൂത്രിത ഉപഭോഗ ചെലവ്, അതായത് പ്ലാൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഇന്ത്യയിൽ
പണപ്രദാനം നിയന്ത്രിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ പണപ്രദാനം നിയന്ത്രിക്കുന്നത് ആരാണ്? നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ പണപ്രദാനം നിയന്ത്രിക്കുന്നത്. പണത്തെ അച്ചടിക്കുന്നതും റിസർവ് ബാങ്ക് തന്നെയാണെന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്തൊരു ചോദ്യം, ഉൽപാദന ധർമ്മം അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. ഉൽപാദന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മീൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഇൻപുട്ട് ആണോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ ഇൻപുട്ട് ആൻഡ് ഫിക്സഡ് ഇൻപുട്ട് ആണോ? ആൻസർ വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ്. അതായത് നിവേശങ്ങളും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധമാണ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് മൈക്രോ എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമുക്കത് പഠിക്കാനുള്ളത്. ആ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് തന്നെ പഠിക്കാനുള്ള സാധനമാണ്, അത് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യം ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യം വരുന്നുണ്ട്. സെയിം ചോദ്യം തന്നെയാണ്. ഉൽപാദനത്തിന് ഉപയോഗിച്ച നിവേശങ്ങളും നിർമ്മിച്ച ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഇൻപുട്ട് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. എന്താ, നല്ല ചോദ്യമല്ലേ? ഈ ചോദിച്ച നേരത്തെ കണ്ട അതേ ചോദ്യം തന്നെയാണ് തിരിച്ച് ചോദിച്ചു എന്നുള്ളത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്, എന്താണ് അത് ബന്ധം? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നെയാണ്, ഉൽപാദന ധർമ്മം തന്നെയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മറ്റൊരു ചോദ്യം, വാഹനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉരുക്കുപാളികൾ ചുവടെ നൽകിയവയിൽ ഏതിൻ്റെ ഉദാഹരണമാണെന്നാണ്. വാഹനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉരുക്കുപാളികൾ, അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റീൽ ഷീറ്റുകളാണ്, ഇരുമ്പ് പാളികളാണ് ഉദ്ദേശിച്ചത്. സ്റ്റീൽ ഷീറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓട്ടോമൊബൈൽസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് അത് എന്ത് വസ്തുവാണെന്നാണ് ചോദിക്കുന്നത്. അതായത് വാഹനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് പാളികളെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളത്. കൺസ്യൂമർ ഡ്യൂറബിൾ ആണോ, ഫൈനൽ ഗുഡ് ആണോ, കൺസംഷൻ ഗുഡ് ആണോ, ഇന്റർമീഡിയറ്റ് ഗുഡ് ആണോ? അതിൻ്റെ പേര് ഇന്റർമീഡിയറ്റ് ഗുഡ് എന്നാണ്, ഇടനില ഉൽപ്പന്നങ്ങൾ എന്നാണ്. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ഒരുപാട് രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇടനില ഉൽപ്പന്നം, ഇന്റർമീഡിയറ്റ് ഗുഡ്. മാക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ 4 ഗുഡ്സിനെ പറ്റി പഠിക്കാനുണ്ട്. അതിൽ 2ാമത്തെ ഗുഡാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്. മറക്കണ്ട, പഠിച്ചോളാം. അടുത്തൊരു ചോദ്യം, ജെ.എം. കെയ്ൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ജെ.എം. കെയ്ൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. അദ്ദേഹം എന്ത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് ഉത്തരം വരുന്നത്. ഇവിടെ മാക്രോ എക്കണോമിക്സ്, വെൽഫെയർ എക്കണോമിക്സ്, എൻവയോൺമെന്റൽ എക്കണോമിക്സ്, ബിഹേവിയറൽ എക്കണോമിക്സ് എന്നാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ജെ.എം. കെയ്ൻസ് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്നുള്ളത്. ഓക്കെ, മറ്റൊരു ചോദ്യം, ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫേംസ് ടോട്ടൽ റവന്യൂ ആൻഡ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ഉൽപാദന യൂണിറ്റിൻ്റെ മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലാഭം എന്നാണ്, പ്രോഫിറ്റ് എന്നാണ്. ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം വരവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, മൊത്തം വരുമാനത്തിൽ നിന്ന് മൊത്തം ചെലവ് കുറച്ചാൽ കിട്ടുന്നത് ആ സ്ഥാപനത്തിൻ്റെ ലാഭമാണെന്ന് നമുക്കറിയാം. ഓക്കെ, മറ്റൊരു ചോദ്യം വരുന്നത്, ഒരു കറൻസി മറ്റൊരു കറൻസിയുമായി വിനിമയം ചെയ്യപ്പെടുന്ന നിരക്കിനെ വിളിക്കുന്ന പേരെന്താണ്? The rate at which one currency is exchanged for another currency, അതിനെ വിളിക്കുന്ന പേരെന്താ? വിനിമയ നിരക്ക്, എക്സ്ചേഞ്ച് റേറ്റ്. ഈ അടുത്ത കാലത്ത് കൂടി ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ കറൻസിയെ മറ്റു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് വിനിമയം ചെയ്യുന്ന നിരക്കിനെ വിളിക്കുന്ന പേര് വിനിമയ നിരക്ക് എന്ന് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, ഒരു വസ്തുവിൻ്റെ ഒരു മാത്ര കൂടുതലായി ഉപയോഗിക്കുമ്പോൾ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റം. ഒരു വസ്തുവിൻ്റെ ഒരു മാത്ര കൂടുതലായി ഉപയോഗിക്കുമ്പോൾ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റം, അതായത് ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു കൺസംഷൻ ഓഫ് 1 അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി, അതിനെ വിളിക്കുന്ന പേര് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ്. സീമാന്ത ഉപയുക്തത എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. സീമാന്ത ഉപയുക്തത എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം, ഒരു സമ ഇലാസ്തിക ചോദനം, അതായത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് വക്രത്തിൻ്റെ ഇലാസ്തികത എന്തായിരിക്കും? ഒരു സമ ഇലാസ്തിക ചോദനത്തിൻ്റെ ചോദന വക്രത്തിൻ്റെ വില ഇലാസ്തികത എന്തായിരിക്കും? അത് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്, അതിൻ്റെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്, അതായത് ഈക്വൽ ടു 1 ആണ്. യൂണിറ്ററി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, അധ്വാനത്തിൻ്റെ ചോദന പ്രധാന വക്രങ്ങൾ
സന്ധിക്കുന്നിടത്ത് നിർണ്ണയിക്കപ്പെടുന്നത് എന്താണ്? അധ്വാനത്തിൻ്റെ ചോദന പ്രധാന വക്രങ്ങൾ സന്ധിക്കുന്നിടത്ത് നിർണ്ണയിക്കപ്പെടുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് വിൽ ബി ഡിറ്റർമിൻഡ് അറ്റ് ദ പോയിന്റ് വേർ ദ ലേബർ സപ്ലൈ കർവ് ആൻഡ് ലേബർ ഡിമാൻഡ് കർവ് ഇന്റർസെക്റ്റ്. ലേബർ സപ്ലൈ കർവും ലേബർ ഡിമാൻഡ് കർവും ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ അധ്വാനത്തിൻ്റെതാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാകും? അവിടെ ഉണ്ടാകുന്നത് വേജ് റേറ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, കൃത്യമായിട്ട് പഠിക്കുക. കൊറോണ സമയത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നമ്മൾ മുൻപും കണ്ടതാണ്. ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? പരമോന്നത ബാങ്ക് RBI ആണ്. SBI എന്ന് കണ്ടിട്ട് ചാടി വീണ് ഉത്തരം എഴുതരുത്. അപ്പെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI. ഓക്കെ, മറ്റൊരു ചോദ്യം, ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. മൂന്നാമത്തെ തവണയാണ് ഈ ചോദ്യം വരുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേര് ലാഭം എന്നാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇടനില ഉൽപ്പന്നത്തിന് ഉദാഹരണം. നേരത്തെ നമ്മൾ ഇടനില ഉൽപ്പന്നത്തെക്കുറിച്ച് പറഞ്ഞു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇടനില ഉൽപ്പന്നത്തിന് ഉദാഹരണം. അപ്പോൾ ഉദാഹരണങ്ങൾ വായിക്കാം. ബ്രെഡ്, ടെലിവിഷൻ, വീറ്റ്, കാറ്. ഏതാണ്? ബ്രെഡ് ഫൈനൽ ഗുഡാണ്, ഇടനില ഉൽപ്പന്നമല്ല. അന്തിമ ഉൽപ്പന്നമാണ് ബ്രെഡ്. ടെലിവിഷൻ അന്തിമ ഉൽപ്പന്നമാണ്. കാറ് അന്തിമ ഉൽപ്പന്നമാണ്. അതൊക്കെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നർത്ഥം. എന്നാൽ ഗോതമ്പ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഉൽപ്പന്നം, അതായത് ഇടനില ഉൽപ്പന്നം. മറ്റൊരു ചോദ്യം വരുന്നത്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ദേശീയ വരുമാനം, ഉപയുക്തത, ചോദന നിയമം, വിലപ്രഭാവം. ഇവിടെ നമുക്ക് ഓർക്കാവുന്ന, ഇത് കണ്ടാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് മാക്രോ എക്കണോമിക്സിന്റെ ഭാഗത്ത് നമ്മൾ എന്തൊക്കെ പേരിലാണ് ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് എന്നതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഉത്തരം ഏതാണ്? നാഷണൽ ഇൻകം എന്നാണ് ഉത്തരം. മറ്റൊരു ചോദ്യം, C = C ബാർ അഥവാ C'+CY എന്ന സമവാക്യത്തിൽ C' or C bar എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. അതായത് C = C bar plus CY in this equation C bar indicates. അതായത് C എന്ന് എഴുതിയിട്ട് അതിന് മുകളിൽ ഒരു വര വരച്ചാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് C bar അല്ലെങ്കിൽ C' എന്നാണ്. അതെന്തിനെ കാണിക്കുന്നത് എന്നാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് സ്വാശ്രിത ഉപഭോഗം, അതായത് കടം വാങ്ങിയുള്ള ഉപഭോഗം എന്നാണ് അർത്ഥം. ഓക്കെ, മറ്റൊരു ചോദ്യം, ആവശ്യം തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവ് അറിയപ്പെടുന്നത്, അതായത് വൺ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് നോൺ ആസ്. അതായത് ഒരു വസ്തുവിനെ തൃപ്തിപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കഴിവിനെ വിളിക്കുന്ന, ഒരു വസ്തുവിനെ അത് ഉപയോഗിക്കുന്ന ആളെ തൃപ്തിപ്പെടുത്താൻ ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തെ കറൻസിയുമായി വിനിമയം ചെയ്യപ്പെടുന്ന നിരക്ക് എന്താണെന്നുള്ളതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദ പ്രൈസ് ഓഫ് വൺ കറൻസീസ് ഇൻ ടേംസ് ഓഫ് അനദർ. ഇത് കണ്ടോ, ഇവിടെ ഇംഗ്ലീഷിലൊക്കെ ആ ചോദ്യം നേരത്തെ കണ്ട പോലെ അല്ല. വൺ കൺട്രീസ് കറൻസീസ് എക്സ്ചേഞ്ച് ഫോർ അനദർ കൺട്രി എന്നാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇവിടെ ചോദ്യം മാറി വന്നു. ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ ഈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മലയാളം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകും. ഒരു രാജ്യത്തെ കറൻസി മറ്റൊരു രാജ്യത്തെ കറൻസിയുമായി വിനിമയം ചെയ്യപ്പെടുന്ന നിരക്കിനെ വിനിമയ നിരക്ക് എന്നാണ് വിളിക്കുക, എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, മറ്റൊരു ചോദ്യം, ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഒരു മാത്ര വിഭേദക ഘടകത്തിൻ്റെ ഉൽപ്പന്നം, ഒരു മാത്ര വിഭേദക ഘടകത്തിൻ്റെ ഉൽപ്പന്നത്തെ വിളിക്കുന്ന പേരെന്താണ്? സീമാന്ത ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം എന്നാണ് വിളിക്കുക. ഒരു മാത്ര വിഭേദക ഘടകത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ത്? ആവറേജ് പ്രോഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, മറ്റൊന്ന്, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ചെലവും റവന്യൂ വരവും തമ്മിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. റവന്യൂ വരവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്നത് റവന്യൂ കമ്മി എന്നാണോ? എസ് എന്നാണ്, റവന്യൂ കമ്മി എന്നാണ്. ഓക്കെ, റവന്യൂ വരവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസം, അതിനെ വിളിക്കുന്ന പേര് എന്താണ്? റവന്യൂ കമ്മി എന്നാണ്. മറ്റൊരു ചോദ്യം, TFC + TVC = എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൽ കണ്ടതാണ്. എന്താണ് TFC + TVC? അതിൻ്റെ ആൻസർ വരുന്നത് TC എന്നാണ്. TFC + TVC എന്താണ്? TC എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം ഇതാണ്, വില സ്വീകരിക്കൽ പെരുമാറ്റ രീതി സവിശേഷതയായി വരുന്നത് ഏത് മാർക്കറ്റാണെന്നാണ്. പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ ഈസ് എ ഫീച്ചർ ഓഫ് എന്ന് പറഞ്ഞിട്ട് അതേതാണ്?
പ്രൈസ് ടേക്കിംഗ് വരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്, അതായത് സമ്പൂർണ്ണ കിടമത്സര കമ്പോളം അല്ലെങ്കിൽ പരിപൂർണ മത്സര കമ്പോളം എന്നാണ് ആ ചോദ്യത്തിൻ്റെ അതാണ് ആ മാർക്കറ്റിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആകുമ്പോൾ മൊത്തം ഉപയുക്തത. മറ്റൊരു ചോദ്യമാണ്, സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആകുമ്പോൾ മൊത്തം ഉപയുക്തത എന്താകുന്നു? ഉയരുന്നു, സ്ഥിരമാകുന്നു, പൂജ്യമാകുന്നു, കുറയുന്നു? എന്താവുക? സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്, അതായത് MU എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്താകും? നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ബി ഫാൾസ് ആണ്. ഓക്കെ, കുറയുന്നു എന്നാണ്. മറ്റൊരു ചോദ്യം, കമ്പോള സംവിധാനത്തിന്റെ പ്രവർത്തനം പ്രധാന സവിശേഷതയായി വരുന്ന സമ്പദ് വ്യവസ്ഥ. കമ്പോള സംവിധാനത്തിന്റെ പ്രവർത്തനം കാണിക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? ദ വർക്കിംഗ് ഓഫ് മാർക്കറ്റ് മെക്കാനിസം ഈസ് എ കീ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ്. ഏതാണ്? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ IC കോൺവെക്സ് ആകൃതിക്കുള്ള കാരണം. ദ റീസൺ ഫോർ ദ കോൺവെക്സ് ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. രണ്ട് ഉത്തരം ഇവിടെ കിട്ടും. അതായത് ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് കോൺവെക്സ് ആണെന്ന് മനസ്സിലാക്കാം. അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള കാരണം പറയുന്നത് എന്താണ്? അതിൻ്റെ കാരണം DMRS ആണ്. DMRS എന്ന് പറഞ്ഞാൽ അപജയ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്, അതായത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം, വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുന്നതിനെ അറിയപ്പെടുന്നത്. വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കും, അതിനെ വിളിക്കുന്നത് എന്താണ്? വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുന്നതിനെ ചോദനത്തിൻ്റെ വികാസം, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് പറയുക. വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുന്നതിനെ റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫാൾ ഇൻ പ്രൈസ് ഈസ് നോൺ ആസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ്. ഓക്കെ, തോതനുസരിച്ചുള്ള പ്രത്യായവുമായി ബന്ധപ്പെടാത്തത് ഏത് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. തോതനുസരിച്ചുള്ള പ്രത്യായം, അതായത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിലുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ റിട്ടേൺസ് ടു സ്കെയിലുമായി ബന്ധമുള്ളത് അവിടെ കൃത്യമായിട്ട് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ഒന്നാണ് ബന്ധമില്ലാത്തത്. IRS, CRS, DRS ബന്ധമുള്ളതാണ്. ബന്ധമില്ലാത്തത് NRS ആണ്. ഓക്കെ, നെഗറ്റീവ് പ്രത്യായം എന്ന് പറഞ്ഞൊരു പ്രത്യായം ഇല്ല. ഓക്കെ, അതുപോലെ മറ്റൊരു ചോദ്യം വരുന്നത്, സാങ്കേതിക വിദ്യയുടെ പുരോഗതി കാരണം. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ലീഡ്സ് ടു. എന്താ സംഭവിക്കുക? ഒരു സ്ഥാപനത്തിൽ ടെക്നോളജി പുരോഗതി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ പ്രധാന വക്രം എന്ത് ചെയ്യും? വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഉൽപ്പാദനം വർദ്ധിക്കുമെന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഉണ്ടാകുമ്പോൾ സ്ഥാപനത്തിൽ പ്രധാനം, അതായത് സപ്ലൈ ഇൻക്രീസ് ചെയ്യും, അതായത് ഉൽപ്പാദനം വർദ്ധിക്കും എന്നാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം, പ്രശസ്ത ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എഴുതിയത് ആര് എന്നാണ്. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ഈസ് എ ഫേമസ് ബുക്ക് റിട്ടൺ ബൈ JM കെയ്ൻസ് ആണ്. ഓക്കെ, JM കെയ്ൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, അതായത് ദ ഓട്ടോണമസ് കൺസംഷൻ വെൻ ഇൻകം ഈസ് 0 വിൽ ബി. അതായത് വരുമാനം 0 ആകുമ്പോൾ ഓട്ടോണമസ് ഉപഭോഗ ചെലവ് എന്തായിരിക്കും? ഓട്ടോണമസ് ഉപഭോഗ ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്വാശ്രിത ഉപഭോഗം, അതായത് സ്വമേധയാൽ ഉണ്ടാകുന്ന ഉപഭോഗ ചെലവ് എന്താവും? നമ്മുടെ വരുമാനം 0 ആകുമ്പോൾ നമ്മുടെ ചെലവ് 0 ആകുമോ? പോസിറ്റീവ് ആകുമോ? നെഗറ്റീവ് ആകുമോ? ഒന്നിനേക്കാൾ കുറവായിരിക്കും. എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, വരുമാനം 0 ആകുമ്പോൾ ചെലവ് ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആകില്ല, 0 ആകില്ല. അത് വരുമാനം നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ്. വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് ചെലവുണ്ടാകും എന്ന് തന്നെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ഏത് ഗ്രന്ഥത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് ശേഷമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഒരു പ്രത്യേക ശാസ്ത്ര വിഭാഗമായി മാറിയത് എന്നാണ് ചോദ്യം. അതായത് മാക്രോ ഇക്കണോമിക്സ് എമേർജ്ഡ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക്. ഏതാണ് അത്? നമുക്കറിയാം. അതേതാണ്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ആ ഒരു മാക്രോ ഇക്കണോമിക്സ് ആണ്. ആ ബുക്കാണ് നമ്മുടെ JM കെയ്ൻസിൻ്റെ ബുക്കാണ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം വരുന്നത്, ഓരോ യൂണിറ്റ് ഉൽപ്പന്നത്തിൻ്റെയും ചെലവിനെ അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? വിഭേദക ചെലവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ യൂണിറ്റ് ഉൽപ്പന്നത്തിൻ്റെയും ചെലവിനെ വിളിക്കുന്നത് എന്താണ്? വിഭേദക ചെലവ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ട രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്
പിന്നെ നിസ്സംഗതാ വക്രത്തിൻ്റെ ചെരിവ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നിസ്സംഗതാ വക്രത്തിൻ്റെ ചെരിവ് നേരത്തെ കണ്ടു, സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവാണ്. നിസ്സംഗതാ വക്രത്തിൻ്റെ ചെരിവ് എന്താണ്? അത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. നേരത്തെ നമ്മൾ DMRS എന്ന് പറഞ്ഞു, അതിൻ്റെ വേറൊരു രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. കയറ്റുമതി ഇറക്കുമതി മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ മറ്റൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. കയറ്റുമതി ഇറക്കുമതി മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ്, വ്യാപാര സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. കയറ്റുമതി ഇറക്കുമതിയും തമ്മിലുള്ള മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? വ്യാപാര സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പണം, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൊടുത്തിരിക്കുന്നത് മണി ഈസ്, പണം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പണം ഒരു വിനിമയ മാധ്യമമാണ്, അക്കൗണ്ടിൻ്റെ ഒരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഓപ്ഷനും ശരിയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഇവയൊന്നുമല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പണം എന്താണ്? പണം ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണ്. രണ്ടും ശരിയാണ്. ഒരു വിനിമയ മാധ്യമമാണ് പണം, അക്കൗണ്ടിൻ്റെ ഒരു യൂണിറ്റ് ആണ് പണം. അപ്പോൾ മക്കളെ, നമ്മൾ പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു മിനിമം ഒരു 6 മാർക്കെങ്കിലും, 10 എണ്ണത്തിൽ നിന്ന് 6 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് 6 മാർക്കിനെങ്കിലും നമ്മൾ ഈ പറയുന്ന ഭാഗത്തു നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദ്യം ഉണ്ടാകുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാനും, ഈ വീഡിയോ അത്രയ്ക്കും നമ്മൾ റിസ്ക് എടുത്ത് ചെയ്തതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ടാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ആ എഫേർട്ടിനുള്ള ഒരു നന്ദി നിങ്ങൾ കാണിക്കുക. അതായത് കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും, അതുപോലെ വീഡിയോ മുഴുവനായി കാണാനും, അതുപോലെ ഷെയർ ചെയ്യാനും, ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സ്റ്റേൺ ചെയ്യാനും നിങ്ങൾ സഹായിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.